സന്തോഷേട്ടാ എന്താ രാവിലെ ഭയങ്കര തിരക്കിലാണല്ലോ. നമ്മളെ ചെറിയൊരു കൃഷി ഉണ്ട് അവിടെ, അടുക്കളത്തോട്ടം. ഇതില്ലേ ആ കുക്കുമ്പറിന്റെ ഇല കണ്ട വാടി കിടക്കണ്ട. അതെന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് അറിയില്ല, ചെറിയ വാട്ടം സംഭവിച്ചു. അപ്പൊ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് അപ്പൊ കായൊക്കെ വന്നിട്ടുണ്ട്. കായ വന്നിട്ടുണ്ട് എനിക്ക് കായൊക്കെ വന്നിട്ടുണ്ട്, പുഴുക്കേട്. അപ്പൊ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴേ ഇതങ്ങനെ ഒരു സംഭവം കണ്ടു. നവജീവൻ വേരോട്ടത്തിലൊക്കെ പുഴുക്കേട് പോകുന്ന പറയണേ. നമുക്ക് പരീക്ഷ നോക്കാം. അറിയില്ല, അത് ആദ്യത്തെ പരീക്ഷണമാണ്. നമുക്ക് സകലം കുറച്ചിട്ടായി കുടിക്കും. എങ്ങനെയാണ് വെള്ളത്തിന്റെ അളവ്? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചെറിയ ഡോസ് കൊടുക്കുക. അത്ര നമുക്ക് വെള്ളത്തിന്റെ അളവ് നമുക്ക് അറിവില്ല. അത് ഒരു സ്പൂൺ കിട്ടാതെ മതി, ഇത് ആവശ്യമുള്ളൂ. കണ്ടത് മനസ്സിലായി. നന്നായി മിക്സ് ചെയ്യല്ലേ. മിക്സ് ചെയ്തിട്ട് കണ്ടാ കലങ്ങിയ വെള്ളം പോലെ കണ്ടാ, നോക്കിയേ കഴുക്ക് വെള്ളം പോലെ കണ്ടില്ലേ. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്ന കംപ്ലൈൻ്റ് ആകുമെന്ന് പറയുന്നത്. സ്പ്രേ ചെയ്ത് കൊടുക്കണം, അതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് വേര് ഓട്ടത്തിന് വേണ്ടിയിട്ടാണ് അത്ര അങ്ങനെ കേട്ടറിവ് കേട്ടാ. വേര് ഓട്ടത്തിന് വേണ്ടിയാണ് ഞാൻ കേട്ട യൂട്യൂബിൽ കേട്ടറിവ്. അങ്ങനെ പരീക്ഷ നോക്കാമല്ലോ. അല്ല അപ്പോഴേ നമ്മുടെ ചീരയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ചീരയിലൊക്കെ ആയി കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല. ഈ മുളക് തൈയാണ് അങ്ങനെ കുരു പിടിച്ച് മുളക് തൈയൊക്കെ ഇതൊക്കെ വെച്ച് കൊടുക്കുക. അത് കുമ്പളങ്ങ തൈയാണ് കണ്ടോ. മഴക്കുറവ് കൊണ്ടാണ് അല്ലേ ഈ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ? അതൊന്നുമല്ല, അതിലൊരു പുഴുക്കേട് ഉണ്ടാവും. പുഴുക്കേട് നമ്മൾ കാണാത്ത ചെറിയ പുഴുക്കേട്, രാത്രിയൊക്കെ വന്നാൽ കാണാം പുഴുക്കേട്. ആ പുഴുക്കേടിന്റെ ഇലകൾ കടിക്കുമ്പോഴേ സംഭവിക്കുന്നതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതെന്താ ഈ ചെടികളുടെ ഇലയൊക്കെ വാഴാൻ തുടങ്ങും. പുഴുക്കേട് വന്ന് സംഭവിക്കുന്നത്. ഇതൊക്കെ നോക്കി നല്ല ആരോഗ്യം ചെയ്യണ്ട. ഇതല്ലോ ഇത് വലിയ കുഴപ്പമൊന്നും കാണാനില്ല. ആരോഗ്യം ചെയ്യണം കണ്ടോ. നമുക്ക് അടിപൊളി ചെയ്യണം. നല്ല വെള്ളമുളക് വെള്ളക്കാന്താരി അറിയില്ല. വെള്ളമുളക് നമുക്ക് കുറിച്ച് കണ്ടപ്പോ ഇത് കാട്ടുന്ന കിട്ടിയ മുളക് കേട്ടാ. നമുക്ക് കുറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് മുളക് തൈകള്. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു പൊട്ടറ്റോന്റെ ഇത് കണ്ടില്ലേ, ഉരുളക്കിഴങ്ങിന്റെ ചെടി. പൊട്ടറ്റോന്റെ ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാ. ഇതുകൊണ്ട് അവസ്ഥ അറിയില്ല. അത് പുഴുക്കേട് വന്നിട്ടല്ലേ. ഇതല്ല അവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇത് വാഴയാണ്. എന്ത് വാഴ അറിയോ? ഇത് നമുക്ക് മറ്റേ ഇവിടുന്ന് കിട്ടിയാണ്, പഞ്ചായത്തിന് കൃഷിഭവന്ന് കിട്ടിയാണ്. രണ്ടാം കിട്ടി. ഇത് വെച്ചിട്ട് രണ്ടാഴ്ച ഇവിടെ അങ്ങനത്തെ നിൽക്കുന്നുണ്ട്. ഒരു വൃത്തിയില്ല. ഏട്ടാ ഈ വാഴയൊക്കെ വെക്കുമ്പോഴേ ഈ ചെടികളുടെ ഇടയിൽ വെച്ചാൽ കഴിഞ്ഞാൽ അത് വലുതാകുമ്പോ തടസ്സമാവില്ലേ? ഇത് വലുതാകുമ്പോ അത് തടസ്സമാകുമ്പോ നമുക്ക് ചെറിയ ഗ്യാപ്പിലേ കാലിന് ഇങ്ങനെ ഈ മുളക് തേക്ക് വെക്കാമല്ലോ. ബാക്കിയൊന്നും വെക്കല്ലോ. മുളക് തേക്ക് കാട്ടിലേക്ക് മുളക് തേക്ക് മൊത്തം റബ്ബറും ഇതൊക്കെ വരുന്നുണ്ട്. കാന്താരി മുളക് വരില്ലേ, മുളക് വെക്കാലോ. മുളക് തൈ പിന്നെ നോക്കിയ കുമ്പളങ്ങ തൈ. കുമ്പളങ്ങൊക്കെ നമുക്ക് ഇതിനെ പുറത്ത് വേണ്ടാ, അങ്ങനെ അങ്ങനെ പറയാനുള്ള ഐഡിയാണ്. മൊത്തം വൈദ്യുതിയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും വൈദ്യുതി കിട്ടിട്ടാ. ഒക്കെ ഈ 2 പ്രാവശ്യം 3 പ്രാവശ്യം കൊണ്ടുപോയി. ഇത്രയും വൈദ്യുതിയില്ലേ എല്ലാവരും 3-4 കൊടുത്തു വൈദ്യുതി. പിന്നെ നമുക്ക് 4 ദിവസം മുമ്പ് വൈദ്യുതി കിട്ടില്ല. 2 സൈസ് വൈദ്യുതി ഉണ്ട്. അത് ഒന്ന് ചെറിയ വൈദ്യുതിക്കാം. ഇവിടെ ഉണ്ട് വൈദ്യുതി. നോക്കിയേ പൂക്കാൻ തുടങ്ങി വൈദ്യുതി. നോക്കിയേ പൂവേ ചെറിയ പൂവുണ്ടോ. നമ്മുടെ ഇത് നനച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതില്ലേ ഇത് എല്ലാ സീസൺ കഴിഞ്ഞു കഴിഞ്ഞല്ലേ നമുക്കിത് കട്ട് കൊടുക്കരുത്. ഈ തണ്ടൊക്കെ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോ ഇതിന്റെ ടേസ്റ്റ് മാറും. ഇതിന്റെ ടേസ്റ്റ് മാറും. കഴിക്കാൻ തോന്നില്ലേ. അപ്പൊ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പൊ നമ്മൾ തണ്ടൊക്കെ വെട്ടി കളയുക. അപ്പൊ അടുത്ത ഇല പൂ വരുമ്പോ നല്ല പഴയ പോലെ തന്നെ വരും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് അങ്ങനെ പഠിച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല. നോക്കുക അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. നോക്കാം. നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല, പരിചയമൊന്നുമില്ല. ചീരയൊക്കെ പൊട്ടിക്കാറായിട്ടാ. ചീര വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടല്ലേ ഇലയില് ഓട്ടമുണ്ടല്ലേ. പുഴുക്കേട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നോക്കിയേ കുക്കുമ്പറിന്റെ ചെടി നോക്കി ഓട്ടം ഉണ്ട്. ഇതൊരു പുഴുക്കേട് നന്നായി ബാധിച്ചിരിക്കുന്നത്. വേണ്ട ഇതിലാണ് സമ്പാദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുക്കുമ്പർ
ടൈമില് നന്നായിട്ട് ഉണ്ടാവുമല്ലോ കുക്കുംബർ. നമുക്ക് പുഴുക്കോട് വന്ന കാരണം അല്ലേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത കൃഷിക്കാരുണ്ട്. അപ്പോൾ നോക്കി ഇവിടെ മെയിൻ കൃഷി ചെയ്യുന്ന ആളാണ്. ആളാണ് പരിചരണം മുഴുവൻ. ആളാണ് വള്ളത്ത് വാട്ടമുണ്ടോ, കൃഷിക്ക് വാട്ടമുണ്ടോ നമുക്ക് നോക്കും. ഇയാളാണ് മെയിൻ പുല്ല് പറിക്കുന്ന ആള് കേട്ടാ. അത് മേൽനോട്ട് മാത്രമേ ഉള്ളൂ. നമ്മളെ പുല്ല് പറിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇയാളാണ്. പക്ഷേ ഈ സ്ഥലം ഉണ്ടല്ലോ മൊത്തം കച്ചവടം ചേർക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. കുപ്പിച്ചില്ലും വേസ്റ്റ് കുട്ടിയ സ്ഥലമായിരുന്നു. ഫുള്ള് കച്ചറായിരുന്നു. നമ്മള് 3 ചാക്ക് പ്ലാസ്റ്റിക്കിന്റെ ഹൈഡ്രജനിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാം ഓരോ കളിക്കുമ്പോ അതിനെ കാണും, ചെറുത് മാറ്റും. ഇത് രണ്ടും നമ്മളെ പൊന്തംപാഴ. ഈ കണ്ടാ അതിന്റെ വെള്ളം കണ്ട ടാങ്ക് നിറഞ്ഞ വെള്ളം നേരെ കൂടി വരും. അപ്പൊ നമുക്ക് നൂലായി, അത് വാഴയ്ക്ക് നനവായി, ചെടിക്ക് നനവായി. ഓക്കെ, ശരിക്കും നല്ല രീതിയിൽ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ സുഖട്ടാ. കുറച്ചും കൂടെ സ്പേസ് അടിപൊളിയായി നോക്കാം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ സന്തോഷമായിട്ട് ഇതിനൊരു സമയം കണ്ടിട്ടുണ്ടല്ലോ. 10-15 മിനിറ്റ് കണ്ടാൽ മതി. കൃഷിക്ക് അത്രയ്ക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ്. താല്പര്യം പറഞ്ഞ അങ്ങനെ രസം, ടൈം പാസ്. നമ്മൾ കോഴി കൃഷിയില്ലേ, കോഴികളെ വഴി ചെറിയൊരു താല്പര്യം കൊണ്ടല്ലേ അതേപോലെ തുടങ്ങിയതാണ് അല്ലേ. കോഴികളെ 500 ഞാൻ വലിയ ഷെഡ് കെട്ടി വളർത്തിയത്. ഇങ്ങനെ ചെയ്യുന്നോണ്ട് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും കിട്ടുന്നുണ്ടല്ലോ. പരമാവധി കടയിൽ നമ്മൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. അതല്ല പ്രതീക്ഷ, രസം, ടൈം പാസ്. നല്ല സാധനം കഴിക്കാലോ. നല്ല സാധനം കഴിക്കാൻ നല്ല ദിവസം ഒന്ന് ഒരു രസം. കാലത്ത് വന്നു ഇതൊക്കെ കാണും, പുല്ലൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പറിക്കുക. ഒരു 10 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ രസമല്ലേ, ടൈം പാസ് അല്ലേ. നമുക്ക് വൈദ്യുതി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ രസമല്ലേ. ഈ ചെറിയ സ്ഥലത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതെല്ലാം ഇതില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. കുമ്പളങ്ങ, വെള്ളമുളക്, കാന്താരം മുളക്, വാഴ, 2 തരം വാഴ, കപ്പളമുളക്, കുക്കമ്പർ, തക്കാളി, ഉരുളക്കിഴങ്ങ്. ഈ സ്ഥലത്ത് എല്ലാം ഇല്ലാത്ത ഇപ്പം എന്താ ഉള്ളത്? ഏകദേശം കണക്കായി ഇത്ര സ്ഥലത്ത്. അപ്പൊ നല്ല വലിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നല്ലപോലെ കൃഷി ചെയ്യാല്ലേ. വെറുതെ രസം തുടങ്ങിയാണ്, ഭംഗിക്ക് വേണ്ടി ചെയ്താണ്. 10 മിനിറ്റ് വെള്ളം ഉണ്ടല്ലോ, അടിച്ചു നോക്കിയിട്ടൊന്ന് രസം ചെയ്യാമെന്ന് നോക്കിയാണ്. എനിക്ക് മുളകിനോട് ഭയങ്കര ഇഷ്ടമാണ്. മുളകൊക്കെ മുളകൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലൊക്കെ വെക്കും. എല്ലാ തരത്തിലുള്ള മുളകും ഉണ്ട്. കാന്താരി, ഇത് വെള്ളമുളക്, ഇത് കാന്താരി. കാന്താരി നോക്കി, കാന്താരി ഇതിനകത്ത് ഈ ഇലക്കൊക്കെ എന്തോ ചെറിയ പ്രശ്നം വെച്ചിട്ട് ഇനി ഇതിനകത്ത് പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് നോക്കണം. പുളിച്ച കഞ്ഞിവെള്ളം 2 ദിവസം 3 ദിവസം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ അത് വൃത്തിയാകുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് ഇല കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് വിട്ട അതിന് വളർച്ച ഇതാവുമ്പോഴാണ് തോന്നുന്നു ഇങ്ങനെ മരടിച്ചു വരുന്നത്. ഇത് ഒരു ഇതാണ്, ചെറിയ ചെറിയ പ്രാണികൾ വന്നിട്ട് അങ്ങനെ ഞാൻ കേട്ടാറുള്ളത്. ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് പുതിയ തൈയായതുകൊണ്ടാണ്. ഇത് കുറെ ആകുമ്പോൾ വരും. നനവ് വെള്ളം നനച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ല, എപ്പോഴും നനവ് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ. ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാവരും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പൊ എല്ലാവർക്കും ബൈ.